നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിൽ ഇന്ന് FC ബാഴ്സലോണ ഒവേഡയ്ക്കെതിരെ കളിക്കാനിറങ്ങിയാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1 മണിക്ക്, അതായത് സാങ്കേതികമായിട്ട് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 1 മണിക്കാണ് കളി നടക്കുന്നത്. കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ കോച്ച് ഹൻസി ഫ്ലിക്ക് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ബാലൻഡിയോർ സെറിമണിയൊക്കെ കഴിഞ്ഞ ഈ സമയത്ത് ബാലൻഡിയോറിനെ കുറിച്ചുള്ള ചോദ്യം വന്നു. ലാമിൻ യമാലിന് 2ാം സ്ഥാനമാണല്ലോ, ലാമിൻ യമാലിന് ബാലൻഡിയോർ ലഭിക്കാത്തതിനെക്കുറിച്ച് എന്തു പറയുന്നു? അദ്ദേഹത്തിൻ്റെ മറുപടി, ഈ ബാലൻഡിയോർ കിട്ടാത്തത് അവന് വരും വർഷങ്ങളിലേക്ക്, ഒരുപാട് വർഷങ്ങളിലേക്കുള്ളൊരു മോട്ടിവേഷനാണ്. അത് നേടണം എന്ന ആവേശത്തിൽ അവനിനി പെർഫോം ചെയ്യാൻ പറ്റും. അവനതിൻ്റെ പോസിറ്റിവിറ്റിയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നാണ് ഹൻസി ഫ്ലിക്ക് പറയുന്നത്. പിന്നെ ഡംബലയ്ക്ക് അഭിനന്ദനങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ വാക്കുകളിലേക്കൊന്ന് പോകാം. ഹൻസി ഫ്ലിക്ക് പറയുന്നു, ലാമിൻ യമാൽ ബാലൻഡിയോർ നേടിയില്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മോട്ടിവേഷൻ ഫോർ ദി ഇയേഴ്സ് ടു കം. ഇനിയും വർഷങ്ങളോളമുള്ള കളിക്ക്, ഇനിയും വരാനിരിക്കുന്ന ഒരുപാട് വർഷങ്ങളിലേക്ക് അവനിതൊരു മോട്ടിവേഷനാണ്. അവനതിൻ്റെ പോസിറ്റിവിറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അവൻ ഇനിയും ബാലൻഡിയോർ നേടാനുള്ള അവസരങ്ങളുണ്ടല്ലോ, തീർച്ചയായിട്ടും അവൻ ഭാവിയിൽ ബാലൻഡിയോർ നേടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് ഹൻസി ഫ്ലിക്ക് പറഞ്ഞു. ഒപ്പം അദ്ദേഹം ഡംബലേക്ക് അഭിനന്ദനങ്ങൾ നേരുന്നുണ്ട്. ഡംബലെ ഈ ബാലൻഡിയോർ ഡിസേർവ് ചെയ്തയാളാണ്. തീർച്ചയായിട്ടും ഇത് വോട്ടിങ്ങിലൂടെ ലഭിക്കുന്നൊരു അവാർഡല്ലേ, അപ്പോൾ അതിലെന്തും സംഭവിക്കാം. പക്ഷേ ഇതവണ ഡംബലേക്ക് അത് കിട്ടി, ഡംബലെ അത് അർഹിച്ചിരുന്നു ഏതാണ് ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.